പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയിൽ സ്നേഹമുള്ള ദൈവക്കൂട്ടായ്മയിലെ എല്ലാ മക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം വായിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം 46-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവിലാണ് നമ്മുടെ അഭയവും ശക്തിയും. നീ ലോകത്തിലെ ആരോടും സഹായം അഭ്യർത്ഥിച്ചാലും ലഭിക്കാത്തതിനേക്കാൾ അധികമായിരിക്കും ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന അഭയവും ശക്തിയും. ഒരു പ്രതിഫലവും കൂടാതെയായിരിക്കും കർത്താവ് അത് നമുക്ക് നൽകുന്നത്. എത്ര വലിയ കഷ്ടതകൾ നിറഞ്ഞ ജീവിതമാണെങ്കിലും അവിടുന്ന് നിനക്ക് തുണയായി എപ്പോഴും കൂടെ ഉണ്ടാവും. അവിടുന്ന് നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നിന്റെ കാലിടറാൻ അവൻ അനുവദിക്കില്ല. അത്രയ്ക്ക് സ്നേഹനിധിയായ പിതാവാണ് നമ്മുടെ ദൈവം. ഈ തിരുവചനം നമുക്ക് ആമേൻ ചൊല്ലി സ്വീകരിക്കാം. എൻ്റെ ഏത് കഷ്ടതകളിലും എൻ്റെ ഏത് പ്രയാസങ്ങളിലും എനിക്ക് അഭയവും ശക്തിയും തുണയുമായി നിൽക്കുന്നവനാണ് എൻ്റെ ദൈവം. ഈശോ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്. നമ്മൾക്കൊരു മിഷനുണ്ട്. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള മിഷൻ. ആ മിഷൻ്റെ ഭാഗമായി ഈ ഭൂമിയിലെ 800 കോടിയിലധികം മക്കളെയും നമുക്ക് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം കൊണ്ടുവരാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ ലോകത്ത് നിങ്ങൾക്ക് അഭയവും തുണയും സഹായവുമായി കർത്താവ് എപ്പോഴും നിങ്ങളുടെ സമീപത്തുണ്ടാവും. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.